കാലങ്ങളായി കടലേറ്റത്തിന്റെ കെടുതികൾ നേരിടുന്ന ഉദുമ പടിഞ്ഞാർ ജന്മ കടപ്പുറത്ത് നാട്ടുകൂട്ടായ്മയിൽ സംരക്ഷണ ഭിത്തി ഒരുക്കി. അംബിക വായനശാല ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമദാനത്തിൽ 200ഓളം പേർ പങ്കെടുത്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഓരോ മഴക്കാലത്തും കടൽക്ഷോഭം മൂലമുള്ള കെടുതികൾ നേരിടേണ്ടി വരുന്ന ജന്മ കടപ്പുറത്തെ റോഡും സമീപത്തെ വീടുകളും ഒരു പരിധിവരെയെങ്കിലും സംരക്ഷിക്കുന്നതിനായാണ് അംബിക വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക കടൽ ഭിത്തി നിർമ്മിച്ചത്. അവധി ദിനം അവസരമാക്കി നടത്തിയ ശ്രമദാനത്തിൽ ഈ നാടൊന്നാകെ അണിചേർന്നു. പ്രദേശത്തെ ജന്മ കലാകായിക വേദി, റീമർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, മില്ലത്ത് നഗർ ക്ലബ്ബ്, നെഹ്റു ഉദയമംഗലം എന്നിവയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹായത്തോടെയായിരുന്നു ചാക്കിൽ മണൽ നിറച്ച് അടുക്കി വെച്ചുള്ള ഭിത്തി നിർമ്മാണം. കഴിഞ്ഞ വർഷവും ഇവർ ഇതേ രീതിയിൽ ഇവിടെ ഭിത്തി നിർമ്മിച്ചിരുന്നു. തിരയേറ്റത്തെ തടഞ്ഞു നിർത്താനുള്ള ശാശ്വത നടപടികൾ അധികാരികൾ ഇതുവരെയായും കൈക്കൊള്ളാത്തതിനാലാണ് എല്ലാ വർഷവും ഈ കടലോരവാസികൾക്ക് സ്വന്തം നിലയിൽ ഇങ്ങനെ രക്ഷാകവചം ഒരുക്കേണ്ടി വരുന്നത്. എത്ര ദിവസത്തേക്ക് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുറപ്പില്ലെങ്കിലും നാടിനെ കാത്തു നിർത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിലും തീരുമാനത്തിലുമാണ് 200-ലധികം വരുന്ന ഈ ആളുകളുടെ കൈമേയ് മറന്നുള്ള സേവനം. ഇനിയെങ്കിലും സുസ്ഥിരമായ പരിഹാര മാർഗങ്ങൾ അവലംബിച്ച് കാലാകാലങ്ങളായുള്ള തങ്ങളുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അധികാരികൾക്ക് കനിവുണ്ടാകണമെന്നതാണ് ഈ തീരദേശ ജനതയുടെ അഭ്യർത്ഥന. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നിട്ടിറങ്ങാതെ മറ്റു വഴികളില്ലെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നുണ്ട്. ഇപ്പോൾ കാലാകാലങ്ങളായി കടൽക്ഷോഭത്തെ നേരിടുന്നതിന് വേണ്ടി പരിസരവാസികൾ അവരാൽ കഴിയുന്ന ചില പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അംബിക വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ വർഷവും മണൽച്ചാക്ക് നിരത്തിക്കൊണ്ട് ഒരു കടൽ ഭിത്തി എന്നുള്ള നിലയിൽ പരിസരവാസികളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം കുറേ കൂടി വിപുലമായ രീതിയിൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ലബിൻ്റെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 500-ലധികം മണൽച്ചാക്കുകളാണ് നിരത്താൻ നിരത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ പരിസരത്തുള്ള കുടുംബശ്രീ പ്രവർത്തകരുടെ, തൊഴിലുറപ്പ് പ്രവർത്തകരുടെ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ ഉച്ചയോടുകൂടി പര്യവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഇത് ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇതിനായി നമ്മുടെ ജനപ്രതിനിധികളും ഇനി പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന എല്ലാവരും, MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധ ഈ ഭാഗത്തുണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അധികൃതരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. സംഘാടകർ കടലോരത്ത് വെച്ച് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിയും പണിയെടുക്കുന്നവർക്ക് ഊർജവും ഉത്സാഹവും പകർന്നത് അധ്വാനത്തിനിടയിലെ ആസ്വാദ്യകരമായ കാഴ്ചയായി. എല്ലാത്തിനും പിന്തുണയേകി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം സുകുമാരി ശ്രീധരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സുധൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ അബ്ദുള്ള, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരടക്കം 15ഓളം ജനപ്രതിനിധികളും സജീവമായി കൂടെ നിന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.